Hello future doctors, welcome to NEET Master Malayalam. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിലെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എൻഡോമെംബ്രെയിൻ സിസ്റ്റമായിട്ട് വരുന്ന ആരൊക്കെയാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോം, വാക്യൂൾസ്. ഇത്രയുമാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ വരുന്നത്. ഏതൊക്കെയാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോം, വാക്യൂൾസ്. അപ്പോൾ മൈറ്റോകോൺട്രിയനെയും ക്ലോറോപ്ലാസ്റ്റിനെയും പെറോക്സിസോമിനെയൊക്കെ നമ്മൾ ഈ എൻഡോമെംബ്രെയിൻ സിസ്റ്റമായിട്ട് കണക്കാക്കാറില്ല. കാരണം അവർ കോർഡിനേറ്റ് ചെയ്യുന്നില്ല ഇതുമായിട്ട്. ആർ നോട്ട് കോർഡിനേറ്റഡ് വിത്ത് ദ എബോവ് കമ്പോണൻസ്. ദീസ് ആർ നോട്ട് കൺസിഡർഡ് ആസ് എ പാർട്ട് ഓഫ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം. അപ്പോൾ എൻഡോമെംബ്രെയിൻ സിസ്റ്റമായിട്ട് ആകെ ഉള്ളത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾഗി കോംപ്ലക്സും, ലൈസോസോമും, വാക്യൂൾസുമാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്നത് ആരിലാണ്? യൂക്കാരിയോട്ടിക് സെല്ലിലാണ് കാണുന്നത്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനെ കുറിച്ചിട്ട് പഠിക്കാം. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കാണുന്നത് യൂക്കാരിയോട്ടിൽ, പ്രസൻറ്റ് ഇൻ യൂക്കാരിയോട്ട്. ദേ ആർ ഓൾസോ ഫൗണ്ട് ഫ്രീ ഇൻ സൈറ്റോപ്ലാസം. അവർ സൈറ്റോപ്ലാസിൽ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. 3 ടൈപ്പ് സ്ട്രക്ചേഴ്സ് അവർക്ക് പോസിബിൾ ആണ്. സിസ്റ്ററിനെ ഫ്ലാറ്റൻ സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ്, tubules, tube-like structure, vesicle, round or oval structure. അപ്പോൾ സിസ്റ്ററിനെ ഇവർ നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിൽ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. അവർക്ക് തന്നെ 3 സ്ട്രക്ചേഴ്സിലാണ് അവരിങ്ങനെ കാണപ്പെടുന്നത് സെല്ലിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് ഏതൊക്കെ സ്ട്രക്ചറാണ്? സിസ്റ്ററിനെ എന്ന് പറഞ്ഞ സ്ട്രക്ചറായിട്ട്, അതായത് ഫ്ലാറ്റൻഡ് ആയിട്ട് സാക്ക് ലൈക്ക് സ്ട്രക്ചറിൽ ഇതുപോലെയൊക്കെ കാണാം. ഫ്ലാറ്റൻഡ് സാക്ക് ലൈക്ക് സ്ട്രക്ചർ, അതാണ് സിസ്റ്ററിനെ. ദെൻ ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്യൂബ് പോലെ കാണുന്നതാണ് ട്യൂബ്യൂൾസ്, അങ്ങനെ കാണാം. പിന്നെ റൗണ്ട് ഓർ ഓവൽ സ്ട്രക്ചേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സിസ്റ്ററിനെ ഫ്ലാറ്റ് ആൻഡ് സാക്ക് ലൈക്ക് സ്ട്രക്ചർ, ട്യൂബ്യൂൾസ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, വെസിക്കിൾ റൗണ്ട് ഓർ ഓവൽ സ്ട്രക്ചേഴ്സ്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഇന്റർസെല്ലുലാർ സ്പേസസിനെ 2 ഡിസ്റ്റിൻക്റ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിക്കും. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിൽ ഫ്രീ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രാസെല്ലുലാർ സ്പേസസിനെ 2 ഡിസ്റ്റിൻക്റ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ളത് ലൂമിനാലും ഇൻസൈഡ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലാലും എക്സ്ട്രാ ലൂമിനാൽ എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസ്മിക് കമ്പോണൻസ് എന്നും. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഉൾപ്പെടുന്നത്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗം, അതിൻ്റെ ഉള്ളിലുള്ളതിനെയൊക്കെ നമ്മൾ എന്താ വിളിക്കുന്നത്? ലൂമിനാൽ എന്ന് വിളിക്കും. അതിൻ്റെ പുറത്തെന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലായിരിക്കും. ഇപ്പോൾ സൈറ്റോപ്ലാസ്മിക് കമ്പോണൻസ് ആയിട്ടും അങ്ങനെ 2 ആയിട്ട് തിരിക്കും. സൈറ്റോപ്ലാസ്മിക് കമ്പോണൻസിനെ എന്താ വിളിക്കുന്നത്? എക്സ്ട്രാ ലൂമിനാൽ എന്നും വിളിക്കും. എക്സ്ട്രാ ലൂമിനാൽ. ഓക്കെ, അപ്പോൾ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിൽ ഫ്രീ ആയിട്ട് കാണുന്നതുകൊണ്ട് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൻ്റെ ഉള്ളിൽ വരുന്ന കമ്പോണൻസ് നമ്മൾ ലൂമിനൽ കമ്പോണൻസ് എന്നും, അതിൻ്റെ പുറത്ത് എൻഡോപ്ലാസ്മിൻ്റെ പുറത്ത് സൈറ്റോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ വരുന്നതിനെ നമ്മൾ എക്സ്ട്രാ ലൂമിനൽ എന്നും വിളിക്കും. ഇനി എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം നമുക്ക് 2 ആയിട്ട് തിരിക്കാൻ പറ്റും, ബേസ്ഡ് ഓൺ ദി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് റൈബോസോം. റൈബോസോമിൻ്റെ പ്രസൻസും ആബ്സെൻസും വെച്ചിട്ട് നമുക്ക് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനെ 2 ആയിട്ട് തിരിക്കാം. റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്നും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന്. റഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റഫായിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ സർഫസിൽ അതിൻ്റേതായിട്ടുള്ള കുറേ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൻ്റെ സർഫസിൽ റൈബോസോം കാണുന്നതിനെയാണ് നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്? റൈബോസോം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഫങ്ഷൻസ് പ്രോട്ടീൻ സിന്തസിസും സെക്രീഷനും തന്നെ ആയിരിക്കും. റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം വിത്ത് റൈബോസോംസ് ഓൺ സർഫസ്, ഫങ്ഷൻ പ്രോട്ടീൻ സിന്തസിസും സെക്രീഷനും. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സ്മൂത്ത് ആയിട്ടിരിക്കും, അവിടെ റൈബോസോംസ് കാണുന്നില്ല. അതുകൊണ്ട് അതിൽ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം വിത്തൗട്ട് റൈബോസോംസ് ആണ്. അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് സിന്തസിസ് ഓഫ് ലിപ്പിഡ് ലൈക്ക് സ്റ്റിറോയിഡൽ ഹോർമോൺസ് ഇൻ animal cell. Synthesis of lipids and synthesis of lipid like steroidal hormones in animal cell. അടുത്തത്, ഇപ്പോൾ നമ്മൾ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനെ അസോസിയേറ്റ് ചെയ്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൻ്റെ പുറത്ത് കാണുന്ന സ്ട്രക്ചേഴ്സ് എന്താണെന്നാണ് പറഞ്ഞത്? റൈബോസോം. അപ്പോൾ റൈബോസോമിനെ കുറിച്ച് പഠിക്കാം.
റൈബോസോം എന്ന് പറയുന്നത് ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് ആണ്. ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് ജോർജ് പെലേഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് 1953. ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് ആണത്. അത് ആദ്യം ഒബ്സർവ് ചെയ്തത് ജോർജ് പെലേഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് ഇൻ 1953. കമ്പോസ്ഡ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. റൈബോസോം ഉണ്ടായിരിക്കുന്നത് RNAയും പ്രോട്ടീനും ചേർന്നിട്ടാണ്. RNA റൈബോ ന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻ. ദെൻ നോൺ മെംബ്രെയിനിയസ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പ്രോക്യാരിയോട്ടിക് സെല്ല് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, പ്രോക്യാരിയോട്ടിക് സെല്ലിൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഒന്നും തന്നെ കാണില്ല. അപ്പോൾ പ്രോക്യാരിയോട്ടിക് സെല്ലിലും യൂക്യാരിയോട്ടിക് സെല്ലിലും ഒരുപോലുള്ള ഓർഗനലെയാണ് നമ്മുടെ റൈബോസോം എന്ന് പറയുന്നത്. കാരണം റൈബോസോമിന് മെംബ്രെയിൻ ഇല്ല. അപ്പോൾ അത് നോൺ മെംബ്രെയിനിയസ് സ്ട്രക്ചേഴ്സ് ആണ് റൈബോസോം എന്ന് പറയുന്നത്. ദെൻ പ്രോട്ടീൻ സിന്തസിസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞു, റൈബോസോം എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. mRNA ആയിട്ട് വന്നിട്ട് ഓരോ റൈബോസോം വെച്ചിട്ട് ചേർന്ന് ഒരുമിച്ച് നിൽക്കുന്നത് നമ്മൾ പോളിസോംസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ആദ്യം ഇൻട്രൊഡക്ഷണറി പാർട്ടിൽ തന്നെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് സഹായിക്കുന്നത് പ്രോട്ടീൻ സിന്തസിസിനാണ്. സിഡ്ബർഗ് യൂണിറ്റ് ഓർ എസ് നമ്മൾ പറഞ്ഞു. പ്രോക്യാരിയോട്ടിക് യൂക്യാരിയോട്ടിക് റൈബോസോം എന്താണ് 80S സബ് യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ആദ്യമേ. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എന്ന് പറഞ്ഞാൽ സിഡ്ബർഗ് യൂണിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. സിഡ്ബർഗ് യൂണിറ്റ്. ഓർ എസ് സെഡിമെൻറ്റേഷൻ കോയഫിഷ്യൻ്റ് ആണ്. ആ സെഡിമെൻറ്റേഷൻ കോയഫിഷ്യൻ്റെയാണ് നമ്മൾ എസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. സിഡ്ബർഗ് യൂണിറ്റ് ഓർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിമെൻറ്റേഷൻ കോയഫിഷ്യൻ. ഇൻഡയറക്ട്ലി ഇറ്റ്സ് എ മെഷർ ഓഫ് ഡെൻസിറ്റി ആൻഡ് സൈസ്. അതായത് ഡെൻസിറ്റിയുടെ സൈസിൻ്റെ ഒരു ഇൻഡയറക്റ്റ് മെഷർമെൻ്റ് ആണ് ഈ സിഡ്ബർഗ് യൂണിറ്റ് അല്ലെങ്കിൽ എസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂക്യാരിയോട്ടിക് സെല്ലിലെന്ന് പറയുന്നത് യൂക്യാരിയോട്ടിക് റൈബോസോമിൽ അത് 80S ആണ്. പ്രോക്യാരിയോട്ടിക്കിൽ അത് 70S ആണ്. 80S ആണ്. 80S കമ്പോസ് ചെയ്തിരിക്കുന്നത് 60Sഉം 40Sഉം ചേർന്നിട്ടാണ് ഈ 80S റൈബോസോം ഉണ്ടായിരിക്കുന്നത്. യൂക്യാരിയോട്ടിക് റൈബോസോം ആണ് കേട്ടോ. പ്രോക്യാരിയോട്ടിക് റൈബോസോം നമ്മൾ പഠിച്ചായിരുന്നു 70S ആണ്. കമ്പോസ് ചെയ്തിരിക്കുന്ന എത്ര 2 സബ് യൂണിറ്റ് കൊണ്ടാണ് 50Sഉം 30Sഉം ചേർന്നിട്ടാണ്. ഓക്കെ, സിഡ്ബർഗ് യൂണിറ്റ് എന്ന് വെച്ചാൽ സെഡിമെൻറ്റേഷൻ കോയഫിഷ്യൻ്റെയാണ് ഇത് കാണിക്കുന്നത്. അതും സെഡിമെൻറ്റേഷൻ കോയഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മെഷർ ഓഫ് ഡെൻസിറ്റി ആൻഡ് സൈസ്. ഡെൻസിറ്റിയുടെ സൈസിൻ്റെ ഇൻഡയറക്റ്റ് ഒരു മെഷർമെൻ്റ് ആണ് സിഡ്ബർഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. യൂക്യാരിയോട്ടിക് റൈബോസോമിൽ അത് 80S ആണ്. അതായത് 60Sഉം 40Sഉം സബ് യൂണിറ്റ്സ് ചേർന്നിട്ടുള്ളത്. പ്രോക്യാരിയോട്ടിക്കിൽ അത് 70S ആണ്. 50Sഉം 30S സബ് യൂണിറ്റ് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഒരാളാണ് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം യൂക്യാരിയോട്ടിലാണ് കാണുന്നത്. അത് സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും. അത് 3 ടൈപ്പ് സ്ട്രക്ചേഴ്സിൽ കാണാൻ പറ്റും: സിസ്റ്റർനെ, ട്യൂബ്യൂൾസ് ആൻഡ് വെസിക്കിൾ. സിസ്റ്റർനെ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആൻഡ് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ദെൻ ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. വെസിക്കിൾസ് എന്ന് പറഞ്ഞാൽ റൗണ്ട് അല്ലെങ്കിൽ ഓവൽ സ്ട്രക്ചേഴ്സ് ആണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമ്മുടെ ഇൻട്രാ സെല്ലുലാർ സ്പേസ്, അതായത് സെല്ലിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള സ്പേസിനെ നമ്മൾ ലൂമിനാർ എന്നും അതിൻ്റെ പുറത്ത് അതായത് സൈറ്റോപ്ലാസ്റ്റിലുള്ള ആ സ്പേസിനെ നമ്മൾ എക്സ്ട്രാ ലൂമിനാർ എന്നാണ് പറയുന്നത്. ദെൻ ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആസ് റൈബോസം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം 2 ആയിട്ട് തിരിക്കുന്നുണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ റഫാണ്, എന്ന് വെച്ചാൽ അതിൻ്റെ പുറമെ കുത്തു പോലെ നമ്മുടെ റൈബോസം ഉണ്ട്. അതുകൊണ്ട് അത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അത് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ സിന്തസിസും സെക്രീഷനുമാണ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർഫസിൽ നമ്മുടെ റൈബോസോം ഇല്ല, അതുകൊണ്ട് അത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിൻ്റെ ഫംഗ്ഷൻ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സും സിന്തസിസ് ഓഫ് ലിപ്പിഡ് ലൈക്ക് സ്റ്റിറോയിഡൽ ഹോർമോൺസ് ഇൻ ആനിമൽ സെൽ. ദെൻ റൈബോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് ആണ്. ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് ജോർജ് പെലേഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് 1953. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. RNAയും പ്രോട്ടീനും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ്സ് നോൺ മെംബ്രെയിനിയസ് സ്ട്രക്ചർ. പ്രോട്ടീൻ സിന്തസിസിനാണ് സഹായിക്കുന്നത്. പിന്നെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സിഡ്ബർഗ് യൂണിറ്റ് അല്ലെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ സെഡിമെൻറ്റേഷൻ കോയഫിഷ്യൻ്റിനെയാണ് കാണിക്കുന്നത്. ഇൻഡയറക്ട്ലി അതൊരു ഡെൻസിറ്റിയുടെയും സൈസിൻ്റെയും ഒരു മെഷർമെൻ്റ് ആണ്. സിഡ്ബർഗ് യൂക്യാരിയോട്ടിക് സെല്ലിൽ 80S ആണ് റൈബോസോം എന്ന് പറയുന്നത്. അത് 60Sഉം 40Sഉം കമ്പോസ് ചെയ്തിരിക്കുന്നതാണ്. പ്രോക്യാരിയോട്ടിക് സെല്ലിൽ അത് 70S ആണ്. 50Sഉം 30Sഉം കൂടെ കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.